നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 238ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതായത് എങ്ങനെ സ്വർഗത്തിലോട്ട് പോകാം, സ്വർഗത്തിൽ നിന്ന് എങ്ങനെ മോക്ഷം പ്രാപിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ആദ്യം പറയുന്നത് ഒരു 11 കാര്യങ്ങൾ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. ഹിന്ദു മിത്തോളജി അനുസരിച്ചാണിത്. പിന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അതും പറയുന്നുണ്ട്. ഇതാണ് ഈ 238ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേര് വൺ ഓഫ് ദി വേസ് ടു ഹെവൻ ആൻഡ് മോക്ഷ എന്നാണ്. സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങളും പിന്നെ മോക്ഷം കിട്ടാനുള്ള വഴികളും. അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിലും ഉപനിഷത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ വിവരിക്കുന്ന തരത്തിലുള്ള ജീവിത രീതികൾ നമ്മൾ പിന്തുടരണം. അതായത് സത്യവും ധർമ്മവും നീതിയൊക്കെ ആയിട്ടുള്ള ജീവിതങ്ങളായിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്. അതായത് ഈ ജീവിതത്തിൽ നമുക്ക് സ്വന്തം അതായത് അറിവ് കിട്ടിക്കഴിഞ്ഞാലുടനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ജീവിതം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അഹിംസ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. അത് ഭഗവത്ഗീതയിലും അത് തന്നെ പറയുന്നത് അഹിംസ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും ഈ മറ്റു മൃഗങ്ങളെയും ജീവികളെയും കൊല്ലാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. അഹിംസ പൂർണ്ണമായിട്ടും നമ്മൾ പാലിക്കണമെന്നാണ് എല്ലാ ഹിന്ദു തത്വസംഹിതകളിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് കുടുംബപരമായിട്ടുള്ള സ്വധർമ്മങ്ങൾ, അതായത് കടമകൾ കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് പിന്നെ വേണ്ട അറിവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ സംരക്ഷിക്കണം. അത് വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെ കഷ്ടപ്പെട്ട് അത്രയും വളർത്തി നമുക്കൊരു ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടാക്കി തന്ന അച്ഛനും അമ്മയും ഒരു കാരണവശാലും നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല. അത് സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ 7 തലമുറ കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഉടനെ അതിന് ശിക്ഷ കിട്ടിയില്ലെങ്കിലും അവരുടെ 7 തലമുറ കടന്ന് ഈ ലോകത്ത് നരകയാതന അനുഭവിക്കുന്നതാണ് എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടത് പ്രായമായ അച്ഛനമ്മമാരെ നോക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ നല്ലവണ്ണം വിദ്യാഭ്യാസം ചെയ്യിച്ച് അവരെ സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാക്കുകയും വേണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ മാത്രമല്ല, ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന സാമൂഹ്യമായ കടപ്പാടുകളുണ്ട്. നമുക്ക് ഒരുപാട് സാമൂഹ്യമായ കടപ്പാടുകളുണ്ട്. അതെല്ലാം നമ്മൾ നിറവേറ്റണം. പിന്നെ വ്രതങ്ങളും പ്രാർത്ഥനകളും ഇഷ്ടദേവനെ ധ്യാനിക്കുകയും ചെയ്യണം. വ്രതങ്ങൾ എടുക്കണം. അത് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വ്രതം എടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വ്രതം എടുത്താൽ അത് നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കത്തേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യ ചന്ദ്രികയും 48 വർഷമായിട്ട് പിന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കും, എല്ലാ വ്യാഴാഴ്ചകളും. പിന്നെ നേരത്തെ ചന്ദ്രികയ്ക്ക് എടുക്കാൻ പറ്റാതെ വ്യാഴാഴ്ച എടുക്കത്തില്ല. ഞാൻ പക്ഷേ എല്ലാ വ്യാഴാഴ്ചയും നോൺ വെജ് കഴിക്കത്തില്ല, വ്രതമായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇഷ്ടദേവനെ ധ്യാനിക്കുകയും ചെയ്യണം. എനിക്ക് കൊട്ടാരക്കര മഹാഗണപതി ഭഗവാനെയാണ് ഞാൻ ഇഷ്ടദേവനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗണപതി ഭഗവാനെയാണ് എന്നും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പിന്നെ മന്ത്രങ്ങൾ ജപിക്കുക. ഭഗവത്ഗീത ദിവസവും ഒരു പേജെങ്കിലും വായിക്കണം. മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ട് ഗുരുവിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് താഴെ പറയുന്നുണ്ട്. ഗുരുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുരു ഒരു മന്ത്രം നമുക്ക് തരും. ഞാൻ തന്നെ ഒരുപാട് പേർക്ക് മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നെ ഗുരുവായിട്ട് എടുത്തിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ മന്ത്രങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് ഇഷ്ടദേവനെ ധ്യാനിക്കുകയും വേണം. ഒരു 5-10 മിനിറ്റ് വരെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയും സ്ഥിരമായ ബ്രഹ്മത്തെയും പരബ്രഹ്മത്തെയും മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്നതെല്ലാം ശ്രീരാമകൃഷ്ണ പരമഹംസരും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ കാണുന്നതൊക്കെ വെറും മിഥ്യയാണ്, ഒന്നും സത്യമല്ല. ശരിക്കും നമ്മൾ പരബ്രഹ്മത്തെ വേണം. അതായത് മായ മാറി നമുക്ക് പരബ്രഹ്മത്തിനെ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധി ദൈവം തരണേ എന്നും പ്രാർത്ഥിക്കണമെന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും പറഞ്ഞിരിക്കുന്നത്. അപ്പം മായയും സ്ഥിരമായ പരബ്രഹ്മത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ കാണുന്നതെല്ലാം മായയാണ്, അതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ പ്രാണായാമം, ധ്യാനം ഇത് രണ്ടും പരിശീലിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്.
പിന്നെ ധ്യാനം പരിശീലിക്കുമ്പോൾ ഇഷ്ടദേവൻ്റെ ഏതെങ്കിലും കീർത്തനങ്ങളോ അല്ലെങ്കിൽ മന്ത്രം 108 തവണ ജപിക്കണം. ഞാനിവിടെ 2 മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്. ഓം ഗം ഗം ഗണപതേ നമഃ, അത് ഗണപതി ഭഗവാന്റെ. പിന്നെ ദുർഗാദേവിയുടെ ഞാൻ പിന്നെ ഇവിടെ 108 തവണ രാവിലെ എന്നും ഒരു 108 മണിയുള്ള ഒരു പിന്നെ മാലയുണ്ട് എൻ്റെ കയ്യിൽ, ഒരു പിന്നെ രുദ്രാക്ഷമാല. അപ്പോൾ മകൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്, എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ്. അത് ദിവസം 108 മണിയുള്ളതാണ്. അപ്പോൾ അതും ആദ്യം ഗം ഗം ഗണപതേ നമഃ എന്ന് പറയും. അത് 108 തവണ കഴിയുമ്പം വീണ്ടും ദും ദും ദുർഗായ ഓം ദും ദും ദുർഗായ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലും. അതൊക്കെ നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ശക്തി കിട്ടാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറാനുമുള്ള 2 മന്ത്രങ്ങളാണത്. ആർക്കും അത് എടുക്കാവുന്നേ ഉള്ളൂ, ശീലിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് വരെ നമ്മൾ ധ്യാനത്തിലിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലളിത ജീവിതവും അത്യാഗ്രഹങ്ങളെ ഉപേക്ഷിച്ചും കൊണ്ടുള്ള മാതൃകാ ജീവിതം. അതായത് ലളിത ജീവിതവും വേണം, അത്യാഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള മാതൃകാ ജീവിതം തിരഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് ലഹരി യാതൊരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ് എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കാനേ പാടില്ല. ഇത് നമ്മുടെ ഹിന്ദു മിത്തോളജി മാത്രമല്ല, മറ്റെല്ലാ മതങ്ങളിലും അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ. ആരും ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരോഗ്യം അനുവദിക്കുന്നത് വരെ പൊതുസമൂഹത്തിൻ്റെ സേവന കാര്യങ്ങളിൽ പങ്കെടുക്കണം. അപ്പം ഈ ഓരോരോ സർവീസ് സൊസൈറ്റികളൊക്കെ ഉണ്ടല്ലോ, നമുക്കിപ്പം ഇവിടെ തന്നെ ഓരോ കരയോഗമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഞാൻ ചിന്മയ മിഷനിലുണ്ടായിരുന്നു, കരയോഗത്തിലുണ്ടായിരുന്നു. എല്ലാത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമുക്കതൊക്കെ ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ചിന്മയാനന്ദ സ്വാമിയാണ് ഗുരുവായിട്ട് തിരഞ്ഞെടുത്തത്. സ്വാമിജി എനിക്ക് നേരിട്ട് കാണാനും തിരുവനന്തപുരത്ത് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ എനിക്ക് പറ്റി. ഞാൻ അന്ന് മുതൽ ചിന്മയാനന്ദ സ്വാമി എൻ്റെ ഗുരുവായിട്ട് എടുത്തിരിക്കുന്നത്. മാത്രമല്ല പിന്നെ സ്വാമിജിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കൃത്യനിഷ്ഠ. എവിടെയും ചെല്ലേണ്ട സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് സ്വാമിജി എത്തിയിരിക്കും. അപ്പോൾ ഞാനിപ്പം അന്ന് മുതൽ ഞാനും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ. എത്രയോ വർഷമായി, എനിക്ക് തോന്നുന്നൊരു 35 വർഷം കൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ആ ഗുരുവിനെ നോക്കുകയും നമ്മൾ നമസ്കരിക്കുകയും വേണം. ഞാനിവിടെ ചിന്മയാനന്ദ സ്വാമിജിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നും തൊഴാറുണ്ട്. അങ്ങനെ വേണം ചെയ്യാനെന്നാണ് പറഞ്ഞത്. ഓം ചിന്മയാനന്ദ സദ്ഗുരുവേ നമഃ എന്ന് പറയണം. അല്ലെങ്കിൽ ഏത് ഗുരുവിനെന്ന് വെച്ചാൽ ആ ഗുരുവിനെ നമ്മൾ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഈ പിന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മൾ മോക്ഷമാർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നതിന് ശേഷമുള്ള പിന്നെ മോക്ഷ മാർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഇടത്താവളം മാത്രമാണ് സ്വർഗം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നേരെ സ്വർഗത്തോട്ട് പോകുന്നത് ഇടത്താവളമാണ്. അവിടുന്ന് വേണം നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് പോകാൻ. മോക്ഷമാർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ വഴി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതാണ്. അത് പറഞ്ഞിരിക്കുന്ന ഇതാണ്: സ്വർഗത്തിലെ വാസത്തിനുണ്ട്. അതായത് നമ്മൾ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം പിന്നെ അവിടുത്തെ സുഖങ്ങളും ഒക്കെ അസ്ഥിരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കണം. ആ സുഖങ്ങളൊന്നും നമ്മൾ പിന്നെ അനുഭവിക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കരുത്. അതായത് സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ ഈ സുഖങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആധ്യാത്മിക ജീവിതം ഉണ്ടാക്കിയെടുത്തവർക്ക് സ്വർഗത്തിൽ വളരെ വേഗം മോക്ഷമാർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ആ ഒരു ഇതേ നമുക്ക് തോന്നത്തുള്ളൂ. അതായത് വേറെ ഒരു തരത്തിലുള്ള മോഹങ്ങളുടെയും അല്ലെങ്കിൽ സന്തോഷങ്ങളുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെയും പുറകെ പോകാതെ നമ്മൾ വളരെ ലളിതമായിട്ട് ജീവിക്കുകയും സ്വർഗത്തിൽ നിന്നിട്ടും അങ്ങനെ ജീവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വളരെ വേഗം സ്വർഗത്തിൽ നിന്ന് മോക്ഷമാർഗത്തിലേക്ക് പോകാനും പറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് ഈ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.